ഉത്തരാഖണ്ഡ് വിഷയത്തിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 12 മണിവരെ നിർത്തിവെച്ചു. വിശദാംശങ്ങൾ എസ് സന്തോഷ് നൽകും. സന്തോഷ്, സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷം പ്രതിഷേധം രൂപപ്പെടുത്തുന്നു. ഇപ്പോൾ സഭ ഒരു ഇടവേളയ്ക്ക് ശേഷം നിർത്തിവെച്ച ശേഷം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? പ്രജീഷ് 12 മണി വരെ നേരത്തെ നിർത്തിവെച്ചു. ഇപ്പോൾ 12 മണിക്ക് വീണ്ടും ആരംഭിച്ചു. ഹമീദ് അൻസാരിയാണ് ചെയറിലുള്ളത്. പ്രതിപക്ഷ ബഹളം അടങ്ങിയിട്ടില്ല. JNU വിഷയം കൂടാതെ ഉത്തരാഖണ്ഡ് സർക്കാർ പിരിച്ചുവിട്ട കേന്ദ്ര സർക്കാർ നടപടി, ഈ രണ്ട് വിഷയങ്ങളിലാണ് ഇപ്പോൾ സഭ ഏറെ ബഹളമായിരിക്കുന്നത്. ചോദ്യോത്തരവേള ഹമീദ് അൻസാരി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം സ്പീക്കറുടെ ചേംബറിന് തൊട്ട് താഴെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇത് കാരണം ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലും ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മറ്റംഗങ്ങൾക്ക് ചോദിക്കുന്നതിന് പോലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ ബഹളമാണ് നടക്കുന്നത്. കോൺഗ്രസ് അംഗങ്ങളാണ് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ JNU വിഷയത്തിൽ പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. അതിനുശേഷം ഇതിന് മറുപടി പറഞ്ഞ അരുൺ ജെയ്റ്റ്ലി ഉത്തരാഖണ്ഡ് വിഷയത്തിൽ നടത്തിയ പ്രസ്താവനയാണ് കോൺഗ്രസ് അംഗങ്ങളെ പ്രകോപിപ്പിച്ചത്. കാരണം 67 MLA-മാരിൽ 35 പേരും സർക്കാരിനെതിരെ വോട്ട് ചെയ്തിട്ട് പോലും അത് ഉത്തരാഖണ്ഡ് സർക്കാർ അംഗീകരിച്ചില്ല. പകരം മറ്റുള്ളവരെ എതിർത്ത് വോട്ട് ചെയ്തവരെ പുറത്താക്കുന്ന നടപടികളിലെ ഈ കാര്യങ്ങൾ മാറിയത് കൊണ്ടാണ് ഉത്തരാഖണ്ഡ് സർക്കാർ പിരിച്ചുവിടേണ്ടി വന്നത് എന്നായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവന. ഇതിന് സമാനമാണ് JNU എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ അരുൺ ജെയ്റ്റ്ലിയുടെ ഈ പ്രസ്താവന ഏറെ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി കോൺഗ്രസ് അംഗങ്ങൾ ബഹളം ഉണ്ടാക്കുന്ന കാരണം ചോദ്യോത്തര വേളയും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഹമീദ് അൻസാരി അംഗങ്ങളോട് ബെഞ്ചിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അംഗങ്ങൾ പിന്മാറില്ല. ഇതേ തുടർന്ന് സഭ വീണ്ടും നിർത്തിവെച്ചിരിക്കുന്ന ഹൗസ് അഡ്ജേൺ സഭ നിർത്തിവെച്ചിരിക്കുന്നു വീണ്ടും. സന്തോഷ്, തീർച്ചയായും സഭ വീണ്ടും നിർത്തിവെച്ചു. ഇന്നലെ 3 തവണയോളം നിർത്തിവെച്ചു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം സഭ പിരിയുകയായിരുന്നു. ഇന്നും അതേ സാഹചര്യത്തിലേക്കാണ് രാജ്യസഭ പോകുന്നത്. ഉത്തരാഖണ്ഡ് വിഷയമാണ് ഇന്നലെ സഭ പ്രക്ഷുബ്ധമാക്കിയെങ്കിൽ ഇന്ന് JNU വിഷയവും സഭ നടത്തിക്കൊണ്ടു പോകുന്നതിന് ഏറെ തടസ്സമുണ്ടാക്കിയിരിക്കുന്നു. 12:35 വരെയാണ് ഇപ്പോൾ സഭ നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഹമീദ് അൻസാരി പ്രതിപക്ഷ നേതാക്കളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സഭ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. പ്രതിപക്ഷ ആവശ്യത്തെ ഒരു തരത്തിലും അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് BJPയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ JNU വിഷയവും ഉത്തരാഖണ്ഡ് വിഷയവും സഭാ നടപടിയിൽ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന ആവശ്യം ഒരു തരത്തിലും കേന്ദ്ര സർക്കാരും അംഗീകരിക്കാൻ സാധ്യതയില്ല. പ്രതീക്ഷ 12:35 വരെ രാജ്യസഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് വീണ്ടും നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ദില്ലിയിൽ പൂർത്തിയായി. കാശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പാക് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. 3 മാസത്തിന് ശേഷമാണ് ഇന്ത്യ പാക് നയതന്ത്ര ചർച്ച നടന്നത്. വിശദാംശങ്ങൾ M സന്തോഷ് നൽകും. സന്തോഷ്, ചുരുങ്ങിയ സമയം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ആണ് ഒരുപക്ഷെ ചർച്ചയ്ക്ക് വന്നത്? ആദ്യഘട്ടം എന്ന രീതിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിച്ചപ്പോൾ ആദ്യ സൂചനകൾ ഏത് രീതിയിലാണ് ലഭിക്കുന്നത്? പ്രജീഷ്, ഇരു വിദേശകാര്യ സെക്രട്ടറിമാരും തമ്മിലുള്ള ചർച്ച 1.5 മണിക്കൂർ നേരത്തോളമാണ് നീണ്ടുനിന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നു എന്ന് തന്നെയാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാക് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാശ്മീരിലെ തർക്കം, കാശ്മീർ വിഷയം ചർച്ചയുടെ ഭാഗമായി എന്നുള്ളത് തന്നെയാണ്. കാശ്മീരിലെ ഈ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട പാക് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയ കാര്യം, കാശ്മീരിലെ പ്രശ്നം ഇപ്പോഴും വലിയ വിഷയമായി നിലനിൽക്കുന്നു. ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. കാശ്മീർ വിഷയം ചർച്ച ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പാക് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായ കാര്യം അതുതന്നെയായും ചൂണ്ടിക്കാട്ടണം. മറ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന നിരവധി നയതന്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്തു. കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകളാണ് ഉണ്ടായത് എന്നും പാകിസ്ഥാൻ വ്യക്തമാക്കുകയുണ്ടായി. ഇതിൽ തന്നെ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനമായ ഭാഗം കാശ്മീർ വിഷയം തന്നെയാണ്. നേരത്തെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ, നയതന്ത്ര ചർച്ചകളിൽ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന പ്രധാന വിഷയവും കാശ്മീർ വിഷയമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് മുൻപേ തന്നെ ഇന്ത്യ ചില ഉപാധികൾ കൂടി വെക്കാറുണ്ടായിരുന്നു. കാശ്മീർ ഒഴിവാക്കിക്കൊണ്ടുള്ള ചർച്ച എന്നുള്ള തരത്തിൽ ഇന്ത്യ ഉപാധികളും വെക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചർച്ചക്കുള്ളിൽ പാകിസ്ഥാൻ കാശ്മീർ വിഷയമാക്കി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ച വിഷയം തീവ്രവാദം തന്നെയാണ്. പട്ടാൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അന്വേഷണം നടത്തുന്ന അന്വേഷണ പുരോഗതി അറിയിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അതോടൊപ്പം
തന്നെ പാകിസ്ഥാൻ മണ്ണിൽ വളരുന്ന തീവ്രവാദം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം. ഇന്ത്യ കൈമാറിയ തെളിവുകൾക്ക് അനുസരിച്ച് വേഗത്തിൽ നടപടി ഉണ്ടാകണം എന്നും ഇന്ത്യ ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ തീവ്രവാദം നേരിടുന്നതിന് ആവശ്യമായ യോജിച്ച പ്രവർത്തനം നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്തു. പ്രജീഷ്, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തിലെ പുല്ലേപ്പടിയിൽ 10 വയസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തി. പുല്ലേപ്പടി സ്വദേശി റിച്ചി ജോണാണ് മരിച്ചത്. റിച്ചിയുടെ കഴുത്തിന് ചുറ്റും കുത്തേറ്റു. അയൽക്കാരനായ പുല്ലേപ്പടി സ്വദേശി അജി ദേവസ്യ പോലീസ് പിടിയിലായി. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇപ്പോൾ പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിയെ ചോദ്യം ചെയ്തുവോ? മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ് എന്ന് സ്ഥിരീകരിച്ചുവോ? പ്രതീഷ്, കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലാണുള്ളത്. സ്വകാര്യ ആശുപത്രിയിൽ അല്പം മുമ്പ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. പിടിയിലായ പ്രതി അജി ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു. രാവിലെ ഏതാണ്ട് 7 മണിയോടെയാണ് നാടിനെ നടുക്കി അരിങ്കൊല നടന്നത്. വീടിന് സമീപമുള്ള കടയിൽ നിന്നും പാല് വാങ്ങി മടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിച്ചി. അയൽവാസിയായ അജി കുട്ടിയെ തന്റെ അടുക്കളയ്ക്ക് വിളിച്ചു വരുത്തി കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിൽ ഏതാണ്ട് 17ഓളം കുത്തുകളേറ്റിരുന്നു. കുത്തേറ്റ് വീണ കുട്ടിയെ മാതാപിതാക്കൾ തന്നെയാണ് തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇയാൾ ഈ കൊലപാതകം നടത്തിയ അജി കുട്ടിയുടെ അയൽവാസിയാണ്. മാനസിക രോഗിയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നും മുൻപും ഇത്തരം അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. മാത്രമല്ല, കൊലയ്ക്ക് പിന്നിൽ ചില മുൻവൈരാഗ്യമുണ്ടോ എന്നൊരു സംശയവും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഈ പ്രതിക്കെതിരെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇയാൾ മാനസിക രോഗം മൂലം ഇയാൾ പ്രദേശത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചൊരു പരാതിയായിരുന്നു നൽകിയിരുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് തന്നെ ഇയാളെ തൃശ്ശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് അയച്ചു. അടുത്തിടെയാണ് ചികിത്സ പൂർത്തിയാക്കി. ഏതാണ്ട് 1.5 മാസം മുമ്പാണ് ഇയാൾ ഇവിടെ മടങ്ങിയെത്തിയത്. ഏതായാലും പ്രതിയെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകം സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ MP ദിനേശ് പറയുന്നു. സലീം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ആറന്മുള മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് UDF സ്ഥാനാർത്ഥി ശിവദാസൻ നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പത്തനംതിട്ട നഗരസഭയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇടതുപക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ശിവദാസൻ നായർ ആറന്മുളയിൽ പ്രചാരണം നടത്തുന്നത്. പത്തനംതിട്ട നഗരസഭ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ നേർക്കാഴ്ചയാണ്. ഇതിനെതിരെ ഇടതുപക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ ഇത്തരത്തിൽ പരസ്യം വെക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും കളക്ടർക്ക് നഗരസഭ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കളക്ടറാണ്. അതേസമയം ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വീണ ജോർജിന്റെ പ്രചാരണ ബോർഡുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ സമൂഹവിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട്ടിൽ ഇത്തവണ തീപാറും പോരാട്ടമാണ്. ന്യൂനപക്ഷ വോട്ടുകളും അടിയൊഴുക്കുകളും പ്രവചനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന മണ്ഡലത്തിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിൽ ഒന്നായി മാറുകയാണ്. ജില്ലാ ആസ്ഥാനത്ത് ഇത്തവണ തീപാറുന്ന പോരാട്ടമാണ്. മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് LDF. കർഷക ആദിവാസി സമരങ്ങളിലും വികസന പ്രക്ഷോഭങ്ങളിലും നായകനായ CK ശശീന്ദ്രനാണ് LDFനായി രംഗത്തിറങ്ങുന്നത്. സിറ്റിംഗ് MLA MV ശ്രേയാംസ്കുമാർ തന്നെയാണ് മറുഭാഗത്ത്. BJP രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ ജില്ലാ പ്രസിഡന്റ് K സദാനന്ദനെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലപരിധിയിലെ 10 പഞ്ചായത്തുകളിൽ 8ലും ഭരണം നേടാനായതിന്റെ ആത്മവിശ്വാസമാണ് LDFന്. പൊതുവെ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങളും നല്ല രീതിയിൽ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വലിയ പ്രയോജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണയും UDFനൊപ്പം വിജയം ആവർത്തിക്കാനാകുമെന്നാണ് MV ശ്രേയാംസ്കുമാർ പ്രതീക്ഷിക്കുന്നത്. വികസനം തന്നെ പ്രധാന പ്രചാരണ വിഷയമാക്കിയുള്ള രണ്ടാംഘട്ട പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹവും കടന്നു കഴിഞ്ഞു. ആത്മവിശ്വാസം തന്നെയാണ്. കാരണം ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. തോട്ടം മേഖലയിൽ പോയപ്പോൾ വളരെ നല്ല പ്രതികരണം കിട്ടിയത്. BJP സ്ഥാനാർത്ഥി K സദാനന്ദൻ
ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവാണ് BJPയുടെ പ്രതീക്ഷ. BDJS പോലെയുള്ള ശക്തികൾക്കൊക്കെ എല്ലാ സ്ഥലത്തും അത്യാവശ്യം ശക്തിയുള്ളതാണ്. മറ്റ് മേഖലകളിൽ PC തോമസിൻ്റെ പാർട്ടിക്കും അതുപോലെ തന്നെ മറ്റു പാർട്ടികളൊക്കെ ചെറിയ കക്ഷികളാണെങ്കിലും അവരുടെയൊക്കെ യോജിപ്പ് എന്ന നിലയ്ക്ക്, ഒരു മുന്നണി എന്ന നിലയ്ക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമായിട്ട് അതിനെ കാണുന്നത്. തോട്ടമേഖല പ്രധാനമായും മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. LDFന്റെ വിജയപ്രതീക്ഷകളും തോട്ടമേഖലയെ കൂടി മുൻനിർത്തിയുള്ളതാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള വികസന പ്രക്ഷോഭങ്ങൾ, വന്യമൃഗശല്യത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ എന്നിവയിലെല്ലാം അടുത്ത കാലത്ത് സമാനതകളില്ലാത്ത സമരമാണ് ജില്ലയിലുണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണം ചെയ്തിരുന്നു. ഇത്തരത്തിൽ മണ്ഡലത്തിൽ വീശിയടിച്ച ഇടതുകാറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതു പ്രവർത്തകർ. വികസന തുടർച്ച പ്രധാന വിഷയമാക്കിയാണ് MV ശ്രേയംസ്കുമാർ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. റോഡ്, കുടിവെള്ള പദ്ധതികൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ എന്നിവയിൽ ചെലവഴിച്ച കോടികളുടെ കണക്കുകൾ നിരത്തിയുമാണ് UDFന്റെ പ്രചാരണ പരിപാടികൾ കൊഴുക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളും അടിയൊഴുക്കുകളും പ്രവചനങ്ങൾ നിഷ്പ്രഭമാക്കുന്ന മണ്ഡലത്തിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച പോരാട്ടങ്ങളിൽ ഒന്നാണ് നടക്കുകയെന്ന കാര്യത്തിൽ സംശയമില്ല. വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. വൈപ്പിനിൽ LDFന്റെ സിറ്റിംഗ് സീറ്റായ വൈപ്പിനിൽ S. ശർമ്മയെ നേരിടാനൊരുങ്ങുന്ന UDF സ്ഥാനാർത്ഥി KR സുഭാഷിന് വിമതൻ വില്ലനായി മാറിയിരിക്കുന്നതാണ് വൈപ്പിനിലെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷം. വിമതനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ലത്തീൻ സഭയായതുകൊണ്ട് തന്നെ UDFന്റെ ആശങ്ക വർദ്ധിക്കുന്നു. 2011 വടക്കേക്കര മണ്ഡലം പുനർവിഭജിച്ച് വൈപ്പിൻ എന്ന സമ്പൂർണ്ണ ദ്വീപ് മണ്ഡലം ഉണ്ടാക്കുന്നത്. വടക്കേക്കരയിൽ നിന്ന് 4 തവണയും വൈപ്പിനിൽ നിന്ന് ആദ്യവട്ടവും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് LDFന്റെ S. ശർമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറെ ആത്മവിശ്വാസത്തോടെയാണ് വൈപ്പിനിലെ മത്സരത്തെ നോക്കിക്കാണുന്നത്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്ന S. ശർമ്മ ഉറപ്പിക്കുന്നതിന് കാരണം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായ വികസന പദ്ധതികളാണ്. എഡ്യൂക്കേഷനിൽ കേരളത്തിൽ ഒരു സമാനതകളില്ലാത്ത വിധം ബിഗ് പ്രോജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വെളിച്ചം വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചുമരെഴുത്തുകളും ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമായി തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണങ്ങൾ പൂർത്തിയാകുമ്പോൾ മണ്ഡലം LDFൽ നിന്ന് പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വലതു ക്യാമ്പ്. ഇതിനായി അവർ കളത്തിലിറക്കിയതാകട്ടെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും KPCC നിർവാഹക സമിതി അംഗവുമായ KR സുഭാഷിനെയും. ഇപ്രാവശ്യം ആ സീറ്റ് തിരിച്ചു പിടിക്കും എന്നുള്ള വാശിയോടുകൂടി എണ്ണയിട്ട യന്ത്രം പോലെ UDFന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുകയാണ്. എന്നാൽ UDFന് കാര്യങ്ങൾ അത്ര കണ്ട് അനുകൂലമല്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് ഏറെ മുമ്പേ തന്നെ I ഗ്രൂപ്പ് വിഭാഗം കണ്ണുവെച്ച മണ്ഡലമാണ് വൈപ്പിൻ. മണ്ഡലത്തിലെ കിഴക്കൻ ഭാഗത്തെ UDF പ്രവർത്തകരുടെ വികാരം I ഗ്രൂപ്പുകാരനായ അഡ്വക്കേറ്റ് KP ഹരിദാസ് സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു. പെരുമ്പാവൂർ മണ്ഡലം I ഗ്രൂപ്പിന് നൽകിയതോടെ വൈപ്പിൻ A ഗ്രൂപ്പുകാരനായ KR സുഭാഷിലെത്തി. I ഗ്രൂപ്പ് പ്രവർത്തകർ ഇതിൽ കടുത്ത അസംതൃപ്തരുമാണ്. 56 മുതൽ 58% വരെ ലത്തീൻ സമുദായാംഗങ്ങളുള്ള വൈപ്പിനിൽ UDF സ്ഥാനാർത്ഥിയായി ലത്തീൻ സമുദായാംഗത്തെ പരിഗണിക്കണമെന്ന് ലത്തീൻ സഭ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും UDF അത് അവഗണിച്ചു. മാർച്ച് 15 ചേർന്ന കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ യോഗം മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. KLCA അതിരൂപത മുൻ പ്രസിഡന്റും വൈപ്പിൻകരക്കാരനുമായ വിക്ടർ മരക്കാശ്ശേരിയാകും സഭയുടെ സ്ഥാനാർത്ഥിയാകുക. അപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നുമില്ലാതെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇല്ലാതെ അവിടെ എന്തുകൊണ്ട് അജയ് തറയിൽ തോറ്റു? അപകടം കൃത്യമായി മണത്ത KPCC അധ്യക്ഷൻ VM സുധീരൻ ആലുവ ഗസ്റ്റ് ഹൗസിൽ സഭാ വക്താക്കളുമായി തിടുക്കത്തിൽ ചർച്ച വിളിച്ചു ചേർത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് സഭ അനുനയത്തിന് തയ്യാറാകുമോ എന്നത് സംശയമാണ്. ഇടത് വലത് മുന്നണികൾ ധീവരന്മാരെ രംഗത്തിറക്കുമ്പോൾ BJP BDJS സഖ്യത്തിന്റെ NDA മുന്നണി കളത്തിലിറക്കിയിരിക്കുന്നത് കേരള ധീവര മഹാസഭ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ KK വാമലോചനനെയാണ്. 1,61,749 വോട്ടുകളുള്ള വൈപ്പിൻ മണ്ഡലത്തിൽ 3,200ഓളം പുതിയ വോട്ടർമാരാണ്. പുതിയ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ ഉറപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലുമാണ് മുന്നണികൾ. മത്സരത്തിൽ തങ്ങളുടെ പ്രാതിനിധ്യം അറിയിക്കുക എന്നുള്ളതിനപ്പുറം NDA മുന്നണിക്ക് വൈപ്പിൻ മണ്ഡലത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല. LDFന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായ വൈപ്പിൻ മണ്ഡലത്തെ ഏതു വിധേയനെയും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് UDF കളത്തിലിറങ്ങുന്നത്. മാത്രമല്ല മണ്ഡലത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോലും UDFന് കടുത്ത തലവേദനയാകുകയാണ്. വൈപ്പിനിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്.